നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനാണ് താലി കെട്ടിയതെന്ന് അവള് പറഞ്ഞപ്പോ അവൻ ഞെട്ടണമെങ്കി അവൻ ആ താലി അവളുടെ കഴുത്തിൽ കെട്ടിയിട്ടില്ല. കെട്ടിയിരുന്നെങ്കി അവൻ ഞെട്ടില്ല. അപ്പോ അമ്മ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അവരുടെ പ്ലാനിംഗ് ആയിരുന്നെന്നാണോ? അവരുടെയല്ല. പണം കൊണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം നേടാനാവില്ലെന്ന് അമ്മ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എന്റെ മോക്കിനെ ആ ആശ വേണ്ട. അവനെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഇല്ലമ്മേ, അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ല. ചെറുപ്പം തൊട്ടേ എന്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ ആശകളെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. ഈ കാര്യത്തിലും അമ്മയും അച്ഛനും ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ എല്ലാം തകർന്നു പോയില്ലേ എന്നുവെച്ച് അമ്മയുടെയും മോള് എല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? അവൻ ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. അവരവരുടെ കുടുംബജീവിതം ആരംഭിക്കാൻ പോന്നു. ഇനി നമുക്കവിടെ ഇടമില്ല. അത് അമ്മയുടെ തോന്നല. അവരെ ഇറക്കി വിടണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് അമ്മയ്ക്ക് അറിയാമോ? അവരെവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാനാവില്ല. ഇവിടെ എന്റെ കൺമുൻപില് അവര് രണ്ടുപേരും ഉണ്ടാവണം. അവരുടെ ജീവിത സന്തോഷത്തിന്റെ ഓരോ ഇതളും ഞാൻ പറിച്ചുകൊണ്ടേയിരിക്കും. ആ സന്തോഷത്തിൽ ഞാൻ വിഷം കലക്കും. ഒടുവിൽ സഹികെട്ട് അവൾ എന്നേക്കുമായി രാജുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോകും. അതാ എന്റെ ദിവസം. അന്ന് ഞാൻ എന്റെ രാജുവിനെ സ്വന്തമാക്കും. പറഞ്ഞു കേട്ടപ്പോ ഒരുപാട് കാലം എടുക്കുന്നൊക്കെ അമ്മ വിചാരിച്ചു കാണും. ഒന്നുമില്ല, കുറച്ചു സമയം, വളരെ കുറച്ചു സമയം. അതിനിടയിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കും. എന്നാലും അവസാന നിമിഷം നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നല്ലോ അമ്മേ. എവിടെയാ പിഴച്ചു പോയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കിട്ടുന്നില്ലേ? എന്നാ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആ വേലക്കാരി പെണ്ണോട് ചെയ്ത മഹാപാപം ഇല്ലേ? അപ്പത്തൊട്ട് എല്ലാ പ്ലാനിങ്ങും പഴച്ചു തുടങ്ങിയതാ. എന്നിട്ട് ഒന്നും അറിയാത്ത കുഞ്ഞുമാവെ പോലെ നിൽക്കുന്നു. ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതേ. ഇനി എന്താ അമ്മേ നമ്മൾ ചെയ്യേണ്ടത്? നീയൊന്നും മിണ്ടാതിരിക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആരാടി നിന്നെ താലി കെട്ടിയ ആ മഹാൻ? ഇതാണ് അയാൾ. മേഡം, എന്തൊക്കെയാ പറയുന്നത്? ഇതൊരു തമാശയല്ല. നീ അവനെ ശ്രദ്ധിച്ചായിരുന്നോ? ആരെ? രാജുവിനെ. ഞാനെന്തിനാ അവനെ ശ്രദ്ധിക്കാൻ പോകുന്നത്? അവൻ എന്റെ കൈ കിട്ടിയ ഭിത്തിയിൽ തേച്ചൊട്ടിക്കും ഞാൻ. പിന്നെ നീ വെറും പറച്ചില് മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ലല്ലോ. രാജുവാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് ഋതിക പറഞ്ഞപ്പോ അവൻ ഞെട്ടിയത് നീ ശ്രദ്ധിച്ചായിരുന്നോ? ആ, ശ്രദ്ധിച്ചു. ആ, അതിന്ന് നിനക്കെന്താ മനസ്സിലായേ? എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. അവനാണ് താലി കെട്ടിയതെന്ന് അവള് പറഞ്ഞപ്പോ അവൻ ഞെട്ടണമെങ്കി അവൻ ആ താലി അവളുടെ കഴുത്തിൽ കെട്ടിയിട്ടില്ല. കെട്ടിയിരുന്നെങ്കി അവൻ ഞെട്ടില്ല. അപ്പോ അമ്മ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അവരുടെ പ്ലാനിംഗ് ആയിരുന്നെന്നാണോ? അവരുടെയല്ല, അവളുടെ. ആ താലി കാണുന്നത് വരെ അവനും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി അവള് മനഃപൂർവ്വം ചെയ്തതാണല്ലേ? അതെ. അവള് നമ്മള് വിചാരിച്ച ആളൊന്നും അല്ല. പാവം പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒടുക്കത്തെ കുരുട്ടുബുദ്ധിയാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞോണ്ടിരിക്കാതെ ഒന്ന് ആലോചിക്കും കൂടെ. എന്നാലും ആ കാന്താരി പോലെ ഇരിക്കുന്ന ആ പെണ്ണ് നമ്മുടെയൊക്കെ ഇത്രയും നാളത്തെ പ്ലാനിങ് ഒരൊറ്റ നീക്കത്തിൽ തകർത്തു കളഞ്ഞില്ലേ? അതാടാ എനിക്ക് സഹിക്കാൻ പറ്റാത്തെ. പക്ഷേ
അവളെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അവള് വരാലിനെ പോലെ എത്ര വഴുതി പോയാലും ഞാൻ വീണ്ടും കുടുക്കിയിരിക്കും. അവൾ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നേ. അവളൊരു ഡ്രാമ കളിച്ച് നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിലും വലിയ ഡ്രാമ കളിച്ച് അവളെ നമ്മൾ തിരിച്ചു പിടിക്കും. ഋതിക മോളെ, രാധമ്മ, മോളെ, രാധമ്മ, ഞാൻ കാരണം എല്ലാവർക്കും വിഷമമായി. ശ്രീയുടെ ജീവിതം താറുമാറായി. വരാനുള്ളത് വഴി തങ്ങില്ല മോളെ. രുക്മിണി അമ്മയ്ക്ക് ശ്രീയുടെയും ഹരീഷിന്റെയും വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. രമ്യയുടെ നിർബന്ധം കൊണ്ടാ ഇതിന് സമ്മതിച്ചത്. രാജുവിനെ കണ്ടിട്ടാണ് രമ്യ അങ്ങനൊരു ചാട്യം പിടിച്ചത്. ഏതായാലും ശ്രീയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വന്നത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ കെട്ടിയ താലിയും പറിച്ചോണ്ട് പോയേനെ. അത്രയ്ക്ക് ദുഷ്ട മനസ്സാ അവർക്ക്. എല്ലാം നേരെയാവാൻ എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാരാധമ്മ. നിങ്ങളായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. സംഭവിച്ചതൊക്കെ സംഭവിച്ചത് തന്നെ. എങ്കിലും ഇങ്ങനെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നുവെന്ന് രാജുവെങ്കിലും ഒന്ന് പറയണായിരുന്നു. അന്ന് രുക്മിണിയമ്മ പ്രതിജ്ഞ എടുപ്പിച്ചപ്പോഴെങ്കിലും പറയേണ്ടതായിരുന്നു. അല്ലമ്മേ, അതിലെനിക്ക് വിഷമമുണ്ട്. അയ്യോ, രാധമ്മ കരുതുന്ന പോലെയൊന്നും അല്ല. രാജു ഇതിലെ നിരപരാധിയാ. ഞാൻ അമ്മേ, നേരെ എത്ര ആയില്ലേ? ഇതുവരെ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. അമ്മ ചെന്ന് ഭക്ഷണം എടുത്തു വെക്ക. എന്താ മേടത്, ബോധമല്ലേ? ഒന്നും പറയണ്ട. രമ്യ, നിനക്ക് വിഷമമില്ലേ? വിഷമില്ലാതിരിക്കോ ചേച്ചി? പക്ഷേ എന്റെ വിഷമത്തിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തും. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇങ്ങനെയൊക്കെ സംഭവിക്കാതെ നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞാനും രാജുവായിട്ടുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീർന്നേനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.